ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ KP അബൂബക്കർ ഹാജി സാഹിബ്, നമ്മുടെ ഒരു സെഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച അഭിമന്യ ഗുരുവര്യ, സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലും നമ്മുടെ കോംപ്ലക്സിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാനലി നമ്മൾ ഉസ്താദ്, സ്വാഗത ഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സുഹൃത്ത് സലീം ഹസൻ അലി, വേദിയിലുള്ള പ്രിയപ്പെട്ട ഖാലിദ് ഹജി സാഹിബ്, മാഹിൻ മാസ്റ്റർ സാഹിബ്, ഉനൈസ് ഉസ്താദ്, ഫാറൂഖ് ഉസ്താദ്, മുർഷിദ് ഉസ്താദ് അടക്കമുള്ള സ്ഥാപനത്തിലെ അധ്യാപകന്മാരെ, വിവിധ അറബിക് കോളേജുകളിൽ നിന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മുതഅല്ലിം സുഹൃത്തുക്കൾ, ദാറുൽ ഹസനാത്തിലെ ഡിഗ്രി സ്റ്റുഡൻസ്, ഹസനബി സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ബാനിയും കണ്ണൂർ ജില്ലാ ഖാദിയുമായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് ഹാഷിം ബഅലവി തങ്ങളുടെ 10ാം വഫാത്ത് ദിനത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ നടത്തുന്ന സെമിനാറിലാണ് നാം ഇപ്പോൾ ഉള്ളത്. 2 സെഷനുകളിലായിട്ടാണ് നമ്മുടെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടതും, സെമിനാറും മറ്റൊന്ന് ടേബിൾ ടോക്കും. ഉച്ചക്ക് മുമ്പ് ഇൻഷാ അല്ലാഹ് 2 വിഷയാവതരണങ്ങളാണ് നമുക്ക് നടത്താനുള്ളത്. അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് ശേഷം പ്രഗത്ഭരായ കേരളത്തിൽ അറിയപ്പെടുന്ന മഹത്തുക്കളും പണ്ഡിതന്മാരും ചരിത്ര ഗവേഷകന്മാരും അണിനിരക്കുന്ന ടേബിൾ ടോക്കാണ് ഇൻഷാ അല്ലാഹ് നടക്കാനുള്ളത്. മുഴുവൻ വിദ്യാർത്ഥികളും മുതഅല്ലിം സുഹൃത്തുക്കളും ഈ പരിപാടി കഴിഞ്ഞ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിയതിനു ശേഷം മാത്രമേ പോകാവൂ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സ്മര്യ പുരുഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം ബഅലവി തങ്ങളെ കണ്ടവരാരെങ്കിലും കണ്ടവരെ ഈ സദസ്സിൽ അപൂർവം ആളുകളെ കണ്ടിട്ടുള്ളില്ലേ? അള്ളാഹു മഹാനുഭാവന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദിന്റെ മദദ് അള്ളാഹു എപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പഠനത്തിലും നമ്മുടെ സകല മേഖലകളിലും അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 1937 ജനിച്ച് 2014 വഫാത്തായ ഒരു കാലഘട്ടത്തിലെ ഇതിഹാസമായി നമുക്കിടയിൽ ജീവിച്ചു പോയ ഒരു വലിയ മനുഷ്യനായിരുന്നു മഹാനായ സയ്യിദ് ഹാഷിം ബഅലവി. തങ്ങൾ ഉസ്താദിന്റെ ജീവിതം വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ അടുക്കുന്നത് 2 രീതിയിലാണ്. അൽ മുതഖറബൂന ഇലല്ലാഹി ബിൽ ഫറായിദ്, ഫർദ് ആയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്ന ഒരു വിഭാഗമാണ്. അവര് ഫർദായ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതുപോലെ ഓരോന്നും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ. രണ്ടാമതായി റബ്ബിലേക്ക് അടുക്കുന്ന വിഭാഗത്തെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് അൽ മുതഖറബൂന ഇലല്ലാഹി ബിൻ നവാഫിൽ ബഅദൽ ഫറായിദ്, ഫർദായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ സുന്നത്തായ ധാരാളം കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അത് നിത്യമാക്കി കൊണ്ടുപോകുന്ന ഔറാദുകളും സുന്നത്തുകളും ഒക്കെ ജീവിതത്തിൽ പകർത്തി കൊണ്ടുപോയിരുന്ന ഒരു വിഭാഗമാണ്. ഫർദായ കാര്യങ്ങൾ ചെയ്യുക എന്നത് എല്ലാവരുടെയും മേലുള്ള കടമയാണ്. പക്ഷേ സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കുക എന്നത് എല്ലാവർക്കും ലഭിക്കുന്ന സൗഭാഗ്യമല്ലെങ്കിൽ ആ രീതിയിലൂടെ റബ്ബിലേക്ക് അടുത്ത് റബ്ബിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ റബ്ബ് തന്ന ജീവിത ആയുസ്സിനെ, ജീവിതത്തിന്റെ കാലയളവിനെ തന്റെ സമൂഹത്തിന്, തന്റെ സമുദായത്തിന്, തന്റെ ശിഷ്യഗണങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വലിയ വ്യക്തിത്വമായിട്ടാണ് നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖൈറുൻ നാസ് മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു. ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവർ എന്ന് പറയുന്നത് മൻ ത്വാല ഉംറുഹു
ഒരാൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകുകയും വഹസുന അമലുഹു, അയാളുടെ പ്രവർത്തനങ്ങൾ നന്നാവുകയും ചെയ്യുക, അങ്ങനെയുള്ളവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ധാരാളം വ്യക്തിത്വങ്ങൾ നമുക്കിടയിൽ ജീവിച്ച് മരണപ്പെട്ടവരുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അവരെ നാം സ്മരിക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വേണ്ടതുപോലെ അവരെ നാം ഓർത്തെടുക്കാത്തത്? അതേ സന്ദർഭത്തിൽ മറ്റു ചിലരെ കാലങ്ങൾ എത്ര കഴിയുമ്പോഴും അവരുടെ ഓർമ്മകൾ, അവരുടെ ആധാറുകൾ നമ്മൾ അനുസ്മരിച്ചു കൊണ്ടേയിരിക്കുന്നു, അയവിറച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് സമൂഹത്തിന്റെ, സമുദായത്തിന് ഉപകരിക്കുന്ന ജീവിതം സമർപ്പിച്ച ആളുകളെ എന്നും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും. ഒരു ഹദീസ് ഓർത്തു പോവുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ, ഭൂമി ലോകത്തുള്ള ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയും ജിബ്രീലിനോട് പറയുമത്രേ, ജിബ്രീൽ, ഭൂമി ലോകത്തുള്ള ഇന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫഅഹിബ്ബഹു, നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഇഷ്ടപ്പെടുകയും തന്റെ കൂടെയുള്ള മലക്കുകളെ വിളിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമത്രേ, അല്ലയോ മലക്കുകളെ, അല്ലാഹു ഭൂമി ലോകത്തുള്ള ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ വ്യക്തിയെ ഞാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണമെന്ന്. വാനലോകത്തുള്ള മലക്കുകൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയും ഭൂമി ലോകത്തുള്ള ആളുകൾക്കിടയിൽ ആ മനുഷ്യനെ ഭൂമി ലോകത്ത് വലിയ സ്വീകാര്യത അല്ലാഹു നൽകുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സ്വീകാര്യത എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതവും അവരുടെ വാക്കുകളും അവരുടെ പ്രവർത്തനങ്ങളുമെല്ലാം സമൂഹത്തിന്റെ തുറന്ന പുസ്തകം പോലെ ഉപകാരപ്രദമായ രീതിയിൽ അത് അവിടെ അവശേഷിപ്പിച്ചു പോകുമ്പോഴും ജീവിതകാലത്തും ജീവിതത്തിന്റെ ശേഷവും വലിയ ഒരു സ്മരണയായി, ഓർമ്മയായി അവർ ബാക്കിയാകും എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ ഉസ്താദ് അവരുടെ 10ാം ആണ്ടിന്റെ അന്ന് 100ൽ പരം ഖത്മുകൾ ഓതി തീർത്തു. ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ ഇതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്, മഹാനവറുകൾ നട്ടുവളർത്തിയ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയാണ് ഖബൂലിയത്ത് എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജനനത്തിന് ശേഷം തന്റെ ജീവിതം, സംശുദ്ധമായ ജീവിതം നയിക്കുകയും ഇൽമ പഠിക്കാൻ കേരളക്കരയിലെ പ്രഗത്ഭനായ പണ്ഡിതരിൽ നിന്ന് ഇൽമ നുകരുകയും ബഖിയാത്തുസ് സാലിഹാത്തിൽ നിന്ന് ബാഖവി ബിരുദം നേടുകയും ചെയ്ത് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന, മലയാള ഭാഷ വളരെ സാഹിത്യത്തോടുകൂടി സംസാരിക്കുന്ന, അറബി ഭാഷയിലെ അഗാധ പാണ്ഡിത്യവും വലിയ കഴിവും നിറഞ്ഞ വലിയ പ്രഭാഷകനും പണ്ഡിതനും സയ്യിദുമായിരുന്നു മഹാനായ ഞങ്ങളുടെ അഭിമന്യ ഗുരുവര്യരായിരുന്ന, ഇവിടെ അന്ത്യവിശ്രയ റൗള ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹാശിം അലവി തങ്ങൾ. എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രാധാന്യവും സവിശേഷതയും ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും ഉസ്താദ് അവർക്ക് ലഭിച്ചത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മഹാനായ ഉസ്താദിനെ കുറിച്ചുള്ള സ്മരണിക കണ്ടവരുണ്ടാവാം, വായിച്ചവരുണ്ടാവാം. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നിങ്ങളുടെ ദർസിലെ, കോളേജിലെ ലൈബ്രറിയിൽ ഒരു കോപ്പിയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തണമേ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വായിക്കണം. ചിലരുടെ ജീവിതം വലിയ മോട്ടിവേഷനും വലിയ അത്ഭുതം നിറഞ്ഞ ജീവിതം കഴിച്ചു കൂട്ടിയവരെ കുറിച്ച് നമ്മളൊന്ന് അറിയേണ്ടത്, പഠിക്കേണ്ടത് നല്ലതാണ്. ആത്മീയ ലോകത്ത് വലിയ പേരും പെരുമയും ഉണ്ടായിരുന്ന മഹത്തുക്കളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച വലിയ പണ്ഡിതനായിരുന്നു സയ്യിദ് അവർകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരാൾക്ക് സ്വീകാര്യത ലഭിക്കുന്നത്, അബൂലിയത്ത് ലഭിക്കുന്നത് ഈ ഒരു ആത്മീയ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസുമായുള്ള ഉസ്താദ് അവർകളുടെ ബന്ധം ചെറുതായിരുന്നില്ല. മഹാനവറുകളുടെ വീട് കുടിയിരിക്കലിന്റെ അന്ന് മഹാനവറുകൾ ഉസ്താദിന്റെ വീട്ടിലേക്ക് വരികയും വീട്ടിൽ കുടിയലിന്റെ അന്ന് പങ്കെടുക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല മട്ടന്നൂർ സംയുക്ത ജമാഅത്തിന്റെ ഖാദിയാക്കിയത് മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ആയിരുന്നു.
കണ്ണൂർ ജില്ലാ സംയുക്ത കണ്ണൂർ ജില്ലയുടെ ട്രഷററാക്കി മാറ്റിയത് മഹാനായ ശംസുൽ ഉലമയായിരുന്നു. എന്തുകൊണ്ടാണ് ശംസുൽ ഉലമ മഹാനായ സയ്യിദ് അവർകളെ ഈ സുന്ദരമായ സ്ഥാനമാനങ്ങൾ ഏൽപ്പിച്ചത്? അത് ഏൽപ്പിക്കാനും അത് ഏറ്റെടുക്കാനും എല്ലാ നിലയിലുമുള്ള കഴിവും പ്രാപ്തിയും അർഹതയുമുള്ള ഒരു വ്യക്തിയിലേക്ക് തന്നെയാണ് മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഏൽപ്പിച്ചത് എന്ന് മാത്രമല്ല, സംയുക്ത ജമാഅത്തിന്റെ ഖാദിയാകുമ്പോ അവിടെ ശമ്പളമില്ലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. എന്ന് നമ്മള് ശമ്പളത്തിന്റെ പൈസയുടെ പിന്നാലെ പോകുമ്പോ ശമ്പളമില്ലാതെ ജോലി ചെയ്ത മഹാനായ സയ്യിദ് അവർകളോട് ഞങ്ങൾ ദഈഫല്ലേ എന്ന ചോദ്യത്തിന് അല്ലാഹുവാണ് നിങ്ങൾക്ക് ഖുവ്വത്ത് തരുന്നത് എന്ന് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, മഹാനായ സയ്യിദ് അവർകളുടെ കയ്യിൽ കെട്ടിയിരുന്ന വാച്ച്, പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ശംസുൽ ഉലമയുടെ വീട്ടിലേക്ക് കാണാൻ പോയപ്പോ മഹാനായ സയ്യിദ് അവർകളുടെ കയ്യിലുള്ള വാച്ച് തങ്ങളെ അതെനിക്ക് വേണമെന്ന്, ഒരു ഹദീയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ആ കയ്യിൽ കെട്ടിയ വാച്ചാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞത് വാങ്ങിയിട്ട് ശംസുൽ ഉലമ തന്റെ കയ്യിലേക്ക് കിട്ടുമ്പോ മതി മഹാനായ സയ്യിദ് അവർകളുടെ ദറജ, ഉസ്താദ് അവർകളുടെ മഹത്വം, ഉസ്താദിന്റെ പോരിശ അത് എത്രത്തോളം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ അതൊന്നും പാടി പറയുകയോ കൊട്ടിഘോഷിക്കുകയോ ചെയ്യുകയല്ല. അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ, അല്ലാഹുവിന്റെ ഇഷ്ടഭാജനങ്ങളെ അവർക്കാണ് തിരിച്ചറിയുക എന്ന് നമുക്കൊക്കെ ബോധ്യമുള്ളതുപോലെ അവർ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിരുന്നു എന്നതാണ് നമ്മളിവിടെ ഓർത്തെടുക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ വസ്തുത. മഹാനായ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദുമായുള്ള ബന്ധവും മഹാനായ സയ്യിദ് അവർകൾക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാഴക്കാട് പഠിക്കുന്ന സമയത്ത് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനായി സയ്യിദ് അവർകൾ അവിടെ പഠനം നടത്തുമ്പോ ആ സ്ഥാപനത്തിന്റെ ദാറുൽ ഉലൂമിലെ വാർഷിക സമ്മേളനത്തിൽ സ്വാഗത ഗാനം ആലപിക്കാൻ ഏൽപ്പിച്ചത് സയ്യിദ് അവർകളെയായിരുന്നു. ദാറുൽ ഉലൂമി അഖാമല്ലാഹ് എന്ന് പറയുന്ന സ്വാഗത ഗാനത്തിന്റെ ഒരു ഭാഗം മഹാനായ സയ്യിദ് അവർകൾ ഇങ്ങനെ ആലപിക്കുമ്പോ ദാറുൽ ഉലൂമി അഖാമല്ലാഹ് ധാരാളം ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന മുഖ്ലിസീങ്ങളായ ആത്മാർത്ഥതയുടെ നിറഗുണങ്ങളായ ഉഖ്റവിയായ പണ്ഡിതന്മാരെ വാർത്തെടുത്തിരുന്ന ദാറുൽ ഉലൂം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തെ റബ്ബേ നീ നിലനിർത്തണമേ എന്നർത്ഥം വരുന്ന പ്രാർത്ഥനയുടെ വാക്കുകൾ വരുമ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആമീൻ എന്ന് ഉറക്കെ പറയാറുണ്ടായിരുന്നു എന്ന് നമ്മൾ ചരിത്രങ്ങളിൽ വായിക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ ഏറെ പ്രാധാന്യം കൊടുത്തിരുന്ന, വളരെ സ്നേഹവും ആദരവും ബഹുമാനവും കൊടുത്തിരുന്ന അത്രയും വലിയ ഒരു സ്ഥാനത്തിനുടമയായിരുന്നു മഹാനായ സയ്യിദ് അവർകൾ. കഴിഞ്ഞില്ലല്ലോ, മഹാനായ വലിയുള്ളാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങള് ഒരിക്കൽ പാറപ്പള്ളി ഉസ്താദിനോട് പറയുന്നത്, പാറപ്പള്ളി ഉസ്താദ് എന്ന് പറഞ്ഞാൽ വലിയ മഹാനാണ്, അല്ലാഹുവിന്റെ വലിയാണ്, അദ്ദേഹത്തോട് പറയുന്നത് കൂടെ കൂടിക്കോളൂ ഈ സയ്യിദ് അവർകളെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ, നല്ല വിശ്വസിക്കാൻ പറ്റിയ സയ്യിദാണ് നിങ്ങളുടെ കൂടെയുള്ള സയ്യിദ് ഹാഷിം കുഞ്ഞി തങ്ങൾ എന്ന് മഹാനായ വലിയുള്ളാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പാറപ്പള്ളി ഉസ്താദിനോട് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, ആ ഒരു ലോകം എന്ന് പറയുന്നത്, ഔലിയാക്കളുടെ ലോകം എന്ന് പറയുന്നത്, മഹാന്മാരുടെ ലോകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ ഓർമ്മപ്പെടുന്നത്. ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന സൽക്കാരത്തിൽ വളരെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. മഹാനായ ഉസ്താദിന്റെ മനസ്സിൽ ഒരു തോന്നൽ വരികയാണ്, അല്ലാഹുവേ ഇത് ഇസ്റാഫായി പോകുമോ എന്ന്. ഇസ്റാഫ് എന്ന് പറയുമ്പോ അമിതവ്യയമായി പോകുമോ എന്ന് മഹാനായ ഉസ്താദിന്റെ മനസ്സിൽ വരുമ്പോഴേക്ക് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അവിടെ നിന്ന് തിരുത്തി കൊടുക്കുകയാണ്, ഇന്നഹു ലൈസ മിനൽ മദ്മൂം, ഇതൊരിക്കലും മോശപ്പെട്ട, ഇന്നഹു ലൈസ മിനൽ ഇസ്റാഫിൽ മദ്മൂം, ഇത് ഇസ്റാഫ് അല്ല, ബൽ മിനൽ ഇക്റാമിൽ മംദൂഹ്. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആ അതിഥിയെ സൽക്കരിക്കാൻ എങ്ങനെ നമുക്ക് കഴിയുമോ അത്രയും നല്ല ഒരു സൽക്കാരമാണ് ഈ വീട്ടുകാർ നടത്തിക്കൊടുത്തത് എന്ന് മനസ്സറിഞ്ഞ മനസ്സ് വായിച്ച മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദുമായുള്ള അഭേദ്യമായ ബന്ധവും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ആത്മീയ ലോകത്ത് വിഹരിച്ചിരുന്ന മഹാനായ അസ്ഹരി തങ്ങള്, മഹാനായ നൂനിയലി ശൈഖ്, അതുപോലെ അത്തിപ്പറ്റ ഉസ്താദ്, ഞാൻ ഓർത്തു പോകുന്നത് ജീവിതകാലത്ത് ഇവിടെ വന്നാൽ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോ ഉസ്താദ് അവർ വീട്ടിലാണെങ്കിൽ എന്ത് തിരക്കുകൾ ഉണ്ടെങ്കിലും വീട്ടിലേക്ക് പോയിട്ട് ഉസ്താദിനെ കണ്ടതിന് ശേഷം മാത്രമായിരുന്നു
മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് തന്റെ മറ്റുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകാറുണ്ടായിരുന്നത്. കഴിഞ്ഞില്ല വഫാത്തിന് ശേഷം ഒരിക്കൽ ഇവിടെ വന്ന് നമ്മുടെ മാസത്തിൽ 17-ാം രാവിന്റെ അന്ന് നടത്തുന്ന ബദർ മൗലിദ് ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ്. അത്തിപ്പറ്റ ഉസ്താദ് തുടങ്ങി വെച്ചതാണത്. ആ അത്തിപ്പറ്റ ഉസ്താദ് ഈ ബദർ മൗലിദിന്റെ രണ്ടാമത്തെ വാർഷികത്തിന്റെ അന്ന് ഇവിടെ കടന്നു വന്നിട്ട് മഹാനായ സയ്യിദ് അവരുടെ ഖബറിന്റെ അടുത്തിരുന്ന് നിരന്തരം ആ ഖബറിലേക്ക് നോക്കിയിരുന്ന് ധാരാളം പ്രാർത്ഥനകൾ നടത്തിയിട്ട് തിരിച്ചു പോയത് ഇന്നും ഓർത്തു പോവുകയാണ്. ചെറിയ ബന്ധമായിരുന്നില്ല അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. മഹാനായ വലിയുള്ളാഹി ഹബീബ് വീരാൻകുട്ടി മുസ്ലിയാർ അബ്ദുൽപാപ്പ അടക്കമുള്ള വലിയ മഹത്തുക്കളും ആരിഫീങ്ങളും ആലിമീങ്ങളും അല്ലാഹുവിന്റെ ഔലിയാക്കളുമായി ആത്മീയ ബന്ധം സ്ഥാപിച്ച വലിയ ഒരു മഹാനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഉസ്താദിന്റെ ആത്മീയ ഗുരുക്കൾ എന്ന് പറയുന്നത് വലിയുള്ളാഹി കക്കിടിപ്പുറം വിഷയമായിരുന്നു. ധാരാളം പണ്ഡിതന്മാരുടെ, ധാരാളം ആരിഫീങ്ങളുടെ, ധാരാളം ആലിമീങ്ങളുടെ വലിയായി മാറിയ മുരീദുമായി മാറിയിരുന്ന ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം ഉസ്താദാണ് നമ്മുടെ ഉസ്താദിന്റെ ശൈഖ്. പിന്നെ സയ്യിദ് അലവി, മാലിക്കി, മക്ക എന്നിവരും ഉസ്താദിന്റെ ആത്മീയ ഗുരുക്കന്മാരായിരുന്നു. വലിയ വലിയ മഹത്തുക്കൾ പഠനം നടത്തിയപ്പോ അതിന്റെ കൂടെ തന്നെ ഉന്നതന്മാരായ നേതൃത്വത്തിലുള്ള ആത്മീയ ലോകത്തെ വലിയ ജ്യോതിഷങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാൻ അഭിവന്യ ഗുരുവർക്ക് സാധിച്ചത് അല്ലാഹു നൽകിയ വളരെ വലിയ മഹത്വവും ഫضലുമായിരുന്നു. അസൂയയും കുശുമ്പും ഒരു ഭാഗത്തിലൂടെ പരന്നു പോകുമ്പോ അല്ലാഹു ചിലർക്ക് നൽകുന്ന വലിയ സൗഭാഗ്യമാണ്, തൗഫീഖാണ് മഹാനായ സയ്യിദ് അവർക്ക് ലഭിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. പാണക്കാട് സാദാത്തികളുമായി ഉസ്താദ് ഉണ്ടായിരുന്ന ബന്ധം ചെറുതായിരുന്നില്ല. മുമ്പൊരു കാലത്ത് വെളിയമ്പ്ര എന്ന് പറയുന്ന മട്ടന്നൂർ അടുത്തുള്ള പ്രദേശത്തെ വെളിയമ്പ്രയിൽ ഒരു റമദാൻ മാസപ്പിറവി കാണുകയാണ്. റമദാൻ മാസപ്പിറവി കണ്ടു. അവിടെ കണ്ടവർ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് വിളിച്ചറിയിച്ചു. അന്ന് ഖാദി പാണക്കാട് കുടുംബം അത് നിശ്ചയിക്കണം. പാണക്കാട് തങ്ങളെ മഹാനായ സയ്യിദ് അവർക്ക് വിളിച്ചു. സയ്യിദ് അവർക്ക് വിളിച്ചിട്ട് കണ്ണൂർ ജില്ലയിലെ വെളിയമ്പ്ര എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ആളുകൾ മാസപ്പിറവി കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു മറാഖിദഹും അവരോട് വിളിച്ചു പറഞ്ഞപ്പോ പാണക്കാട് സയ്യിദ് അവിടെ പറഞ്ഞത്, തങ്ങളെ നിങ്ങൾ ആദ്യം പ്രഖ്യാപിക്ക്, ഉടനെ ഞാൻ പ്രഖ്യാപിച്ചോളാം എന്നായിരുന്നു. എന്താ പറഞ്ഞത്? തങ്ങളെ നിങ്ങൾ ആദ്യം പ്രഖ്യാപിക്ക്. കണ്ണൂർ ജില്ലയിൽ ഇന്ന സ്ഥലത്ത് മാസപ്പിറവി കണ്ടിട്ടുണ്ട്. സയ്യിദ് ഹാഷിം ബഅലവി തങ്ങൾ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാണക്കാട് തങ്ങളായ ഞാന് അത് പ്രഖ്യാപിക്കാൻ നിങ്ങളെ എന്ന് പറയുമ്പോ അവർ തമ്മിലുള്ള ബന്ധം ചെറുതായിരുന്നില്ല എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല തങ്ങളെ കണ്ട് മഹാനവർകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയുമോ, ഇന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ ബാനിയായി, സ്ഥാപനത്തിന്റെ ചാരത്ത് കടന്നുറങ്ങുന്ന ഓരോ സന്ദർഭങ്ങളിലും 400-500 കുട്ടികൾ ഓരോ നിസ്കാരം കഴിഞ്ഞ് ക്ലാസുകളിലേക്ക് അവർ പോകുന്ന സമയത്ത് അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉസ്താദി എന്നവർ നിരന്തരം സലാമുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഫാത്തിഹകൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഇഖ്ലാസുകൾ ഓതുകയാണ്. നൂറുകണക്കിന് ഖത്മുകൾ ഓതി തീർത്തതാരാ? ആ മഹാനവർകളെ കാണുക പോലും ചെയ്യാത്ത ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണ് മഹാനായ സയ്യിദ് അവർക്ക് ഓരോ സമയത്തും ഹദിയകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അണമുറിയാത്ത ഹദിയകൾ, കാലങ്ങളിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന വലിയ ഒരു ഹദിയയാണ് മഹാനായ സയ്യിദ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ സമ്പന്നനാണെങ്കിലും ആളുകളെ പൈസ കൊടുത്ത്, കൂലി കൊടുത്ത് ബോധിപ്പിക്കുകയല്ലാതെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി എന്റെ ആത്മീയ പിതാവായ അഭിമന്യ സയ്യിദ് അവരെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ആ തങ്ങളവരുടെ ആ ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് കാണുന്ന 10 ഏക്കർ കണക്കിന് വാടക കെട്ടിടത്തിൽ തുടങ്ങിയ സ്ഥാപനം 10 ഏക്കറയും കടഞ്ഞ് വിശാലമായ സൗകര്യങ്ങളോടുകൂടി കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള സ്ഥാപനമായി ഇത് വളർന്നത് എന്ന ബോധ്യവും ബോധവും ഉള്ളത് കൊണ്ടാണ് ആ മക്കൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, ആ തങ്ങളവർക്ക് മഹാനായ സയ്യിദ് മുഹ്സിൻ ശിഹാബുദ്ദീൻ തങ്ങളുടെ അന്ന് കോഴിക്കോട് ഖാദിയായിരുന്നു. ഏകദേശം 2010-ലാണ് സാധ്യത. 2005-10 അന്ന് ഈ തങ്ങൾ വഫാത്തായപ്പോ, കോഴിക്കോട് വലിയ ഖാദിയായിരുന്ന മുഹ്സിൻ ശിഹാബുദ്ദീൻ തങ്ങൾ വഫാത്തായപ്പോ
ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഖാദിയായി, കോഴിക്കോട് ഖാദിയായി നിങ്ങൾ സ്ഥാനമേറ്റെടുക്കണമെന്ന് തങ്ങളവർക്ക് ഫോൺ വരുന്നത് ഞങ്ങൾക്കൊക്കെ അന്ന് കിതാബ് ഓതിത്തരുമ്പോഴായിരുന്നു. ഞങ്ങളന്ന് പഠിക്കുന്ന സമയമാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നത്, ഫോൺ വരുന്നത്. തങ്ങളവർ ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഗവൺമെന്റിന്റെ പ്രതിനിധിയായി, കോഴിക്കോട് വലിയ ഖാദിയായി അങ്ങ് സ്ഥാനമേറ്റെടുക്കണം എന്ന് ആനായ സയ്യിദ് അവர்களോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, വലിയ ഒരു സ്ഥാനം, ഉന്നതമായ ഒരു പൊസിഷൻ, കുടുംബസമേതം താമസിക്കാനുള്ള സൗകര്യങ്ങള്, ശമ്പളത്തിന് കുറവില്ല, പത്രാസിന് പ്രൗഢിക്ക് കുറവില്ല. പക്ഷേ അന്ന് മഹാനായ ഉസ്താദ് അവர்கள் പറഞ്ഞത്, ഞങ്ങൾ ഇന്നും അന്നത്തെ 1ാം ബാച്ചിൽ പഠിക്കുന്ന ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഫോൺ വന്നത്. ഉസ്താദ് പറഞ്ഞ് ഞങ്ങൾ ഓർക്കുകയാണ്, ഞാനില്ല എന്റെ മക്കൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ, എന്റെ മക്കൾക്ക് തദ്രീസ് പഠിപ്പിച്ചു കൊടുക്കാൻ, തദ്രീസ് നടത്താൻ. എന്റെ സ്ഥാപനത്തിൽ എന്റെ മുന്നിൽ വന്നിരിക്കുന്ന കിതാബുകൾ തുറന്ന് ഇവിടെ വന്നിരിക്കുന്ന മക്കൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ ഇൽമിനെയും തഅലീമിനെയും തദ്രീസിനെയും സ്ഥാപനത്തെയും ഇൽമിന്റെ അഖിലകാരെയും ഏറെ സ്നേഹിച്ച ബഹുമാന്യ ഉസ്താദ് അവകൾ എന്തുകൊണ്ടും നമുക്ക് വലിയൊരു മാതൃകയായിരുന്നു. ക്ലാസുകളുടെ കാര്യം പറയുമ്പോ ഏത് സ്ഥലത്താണോ ക്ലാസ് അവസാനിപ്പിച്ചത് അവിടെ നിന്ന് മഹാനവകൾ പിറ്റേ ദിവസം ക്ലാസ് ആരംഭിക്കുമായിരുന്നു. നമുക്കൊക്കെ ഓർമ്മയില്ലാതിരിക്കുന്ന ഇന്നത്തെ കാലത്ത് അന്നത്തെ ഓരോ വിഷയങ്ങളും ആവട്ടെ, അതുപോലെ മഹല്ലിയാവട്ടെ, ബൈളാവിയാവട്ടെ, ഏത് വിഷയമാണോ എവിടെ നിർത്തിയോ അവിടെ നിന്ന് പിറ്റേ ദിവസം കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് മഹാനായ സയ്യിദ് അവர்கள் അർത്ഥം പറയുന്ന ഒരു മെത്തേഡായിരുന്നു മഹാനായ ഉസ്താദ് അവர்கள் സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് കുട്ടികളുമായുള്ള ഇന്ററാക്ഷൻ ടൈപ്പ് ആയിരുന്നു മഹാനവകൾ സ്വീകരിച്ചത്. ഒറ്റക്ക് ക്ലാസ് ഇങ്ങനെ തുടങ്ങി റേഡിയോ ഓൺ ആക്കുന്നത് പോലെ അതങ്ങനെ ക്ലാസ് എടുത്തു പോവുകയല്ല. നമ്മൾ വായിച്ചു കൊടുക്കുന്നു, ഉസ്താദ് അർത്ഥം പറയുന്നു. തെറ്റുമ്പോ അതെന്തുകൊണ്ട് അങ്ങനെ വായിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ വായിച്ചു, അതിന്റെ ഏറാം എന്താണ്, തർക്കീബ് എന്താണ്, ഓരോന്ന് ചോദിച്ച് വ്യക്തമായി തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു തന്ന പഴയകാല ദർസി പാരമ്പര്യത്തിൽ വന്നതുപോലെ മഹാനായ സയ്യിദ് അവர்கள் അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾക്കറിയാം, വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലാണ് ഉസ്താദ് അവர்கள் ജോലി ചെയ്തത്. പാനൂരും എടയന്നൂരും കൊയ്യോടും കഴിഞ്ഞാൽ പിന്നെ ദാറുൽ ഹസനാത്താണ് ദർസ് നടത്തിയത്. ഇത്രയും വലിയ ആയുഷ്കാലത്തിനിടയിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് മഹാനവകൾ ജോലി ചെയ്തത്. പക്ഷേ ഓരോ സ്ഥലത്തും ദീർഘകാലം ആ നാടിനെ അടിമുടി മാറ്റി അവർക്ക് വേണ്ട എല്ലാ നിലയിലുമുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പരിഷ്കർത്താവായിരുന്നു മഹാനായ സയ്യിദ് ഹാശിം ബഅലവി തങ്ങൾ എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോ, മഹാനവകളെ കുറിച്ച് പഠിക്കുമ്പോ മനസ്സിലാക്കാൻ കഴിയുകയാണ്. ചെറിയ വ്യക്തിത്വമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ പോഷക ഘടകങ്ങളെയും കണ്ണൂർ ജില്ലയിൽ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ചാലക ശക്തിയായി മഹാനായ കൊയ്യോട് ഉസ്താദിന്റെ കൂടെ നിന്നത് സയ്യിദ് അവர்களായിരുന്നു. മഹാനായ തങ്ങളവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവര്യനായിരുന്നു കൊയ്യോട് ഉസ്താദ്. ആ കൊയ്യോട് ഉസ്താദിന്റെ കൂടെ സമസ്തയുടെ പിളർപ്പിന്റെ സന്ദർഭങ്ങളിൽ ഓരോ കവനങ്ങളിലും മഹാനായ സയ്യിദ് അവர்கள் സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ആശയ ആദർശങ്ങളെ ഊട്ടിയുറപ്പിക്കാനും കള്ളങ്ങളും വഞ്ചനകളും പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനും മുന്നിൽ നിന്ന് അതിന് കഠിന പ്രയത്നം നടത്തിയത് മഹാനായ സയ്യിദ് അവர்களായിരുന്നു. നിർത്തിയില്ല. ആ തന്റെ ഗുരുവര്യരുടെ സ്മരണാർത്ഥം ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഇസ്ലാമിക് സെന്റർ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പോകാറുള്ള ഇസ്ലാമിക് സെന്റർ നിർമ്മിക്കുന്നതിന് വേണ്ടി പലരും പല സ്ഥലങ്ങളിലും മറച്ചു വെക്കുന്ന ഒരു ചരിത്രമാണത്. ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. തന്റെ അഭിമന്യ ഗുരുവിന്റെ പേരിൽ, കൊയ്യോട് ഉസ്താദിന്റെ പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന ഇസ്ലാമിക് സെന്ററിന്റെ പിരിവിന് വേണ്ടി, നിർമ്മാണത്തിന് വേണ്ടി സ്വദേശത്തെ എന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ മസ്കത്തിലും ഒമാനിലും അതുപോലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മഹാനായ സയ്യിദ് അവர்கள் യാത്ര നടത്തുകയും പിരിവ് നടത്തുകയും ആ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്യുകയും ചെയ്തത് പലപ്പോഴും അതിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ചില ആളുകളോ അത് മറച്ചു വെക്കുന്നു എന്നത് നമ്മൾ പഠിക്കേണ്ട വസ്തുതയാണ്. യാഥാർത്ഥ്യം ഒരാളുടെ മുന്നിൽ മറച്ചു വെക്കേണ്ടതല്ല, അത് നമ്മൾ അറിയേണ്ടതാണ്. ചരിത്രങ്ങളെ ചരിത്രത്തിന്റെ രീതിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
മാത്രമല്ലല്ലോ ഈ കാണുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയുടെ ട്രഷറർ സ്ഥാനം ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അന്ന് നൽകിയത് മുതൽ മരണം വരെ ട്രഷററായിരുന്നു. മഹാനായ സയ്യിദ് അവർകളായിരുന്നു കണ്ണൂർ ജില്ലയിലെ എണ്ണപ്പെട്ട പ്രഭാഷകരിൽ. പഴയ കാലങ്ങളിലൊക്കെ 1-2 ദിവസമല്ല, തുടർച്ചയായി 40 ദിവസം പ്രഭാഷണം നടത്തുക എന്നതാണ് അന്നത്തെ കാലത്തെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികൾ ഇവിടെയുണ്ട്, ഇവർക്കൊക്കെ അറിയാം. അങ്ങനെ 40ഓളം ദിവസങ്ങൾ ഒരൊറ്റ മഹല്ലിൽ തന്നെ വ്യത്യസ്ത വിഷയങ്ങൾ കോർത്തിണക്കിയിട്ട് പ്രഭാഷണം നടത്തിയിരുന്ന, മണിക്കൂറുകളോളം പ്രഭാഷണം നടത്തിയിരുന്ന, ശുദ്ധമായ മലയാളത്തിലും അറബിയിലും കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തിരുന്ന ഒരു വലിയ സയ്യിദിന്റെ ജീവിതം, ആ ജീവിതമാണ് ഇന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 500-ൽ പരം ഹസനവി പണ്ഡിതന്മാരും ഹസനവി സുഹൃത്തുക്കളും ഇന്ന് പഠിക്കുന്നതും പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയതും. കഴിഞ്ഞില്ല ഈ ചുറ്റുഭാഗങ്ങളിൽ ലത്തീഫിയ അറബിക് കോളേജ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ KLIC എന്ന് പറയുന്ന കമ്പിൽ ലത്തീഫിയ ഇസ്ലാമിക് സെന്റർ മഹാനായ സയ്യിദ് അവർകൾ തുടങ്ങി വെച്ചതായിരുന്നു. അവിടെയും ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഫ്ളലുൽ ഉലമാ കോഴ്സും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സിഫത്തിന്റെ കീഴിലുള്ള മഹദിയ കോഴ്സും വളരെ സുന്ദരമായി അവിടെയും നടന്നു പോകുന്നുണ്ട്. അവിടെയും ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉണ്ട്, സുന്ദരമായ ഒരു ഹോസ്പിറ്റൽ ആ നാട്ടുകാരുടെ അഭയമായി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ദാറുൽ ഹസനാത്ത് എന്ന് പറയുന്ന യതീംഖാനയും ഹിഫ്ളുൽ ഖുർആൻ കോളേജും നമ്മുടെ ഈ പറയുന്ന ഹുദവി കോളേജും ഇംഗ്ലീഷ് സ്കൂളും പള്ളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഹിദായത്ത് സിബിയാനി സ്കൂളും, ഇങ്ങനെ ആതുര സേവന രംഗത്ത് നമ്മുടെ നാടിന് ആശ്രയമായി വളർന്നുകൊണ്ടിരിക്കുന്ന HMC അടക്കം, അതുപോലെ പാപ്പിനിശ്ശേരിയിലെ MM ഹോസ്പിറ്റൽ അടക്കം, അവയെല്ലാം ഈ സയ്യിദ് അവരുടെ ദീർഘദൃഷ്ടിയിൽ നിന്ന് വന്നതായിരുന്നു. കണ്ണൂർ ജില്ലയിലെ ദർസുകളിൽ നിന്ന് അറബിക് കോളേജുകളിൽ നിന്ന് ഇവിടെ എത്തിയ എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളും നിങ്ങളുടെ ദർസുകളിൽ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ മഹാനായ സയ്യിദ് അവർകളെ നിങ്ങളൊന്ന് അനുസ്മരിക്കാനും തങ്ങളെ കുറിച്ച് ഒരു 10 മിനിറ്റോ ഒരു 1/4 മണിക്കൂറെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകരോട്, മുത്തഅല്ലിം സുഹൃത്തുക്കളോട് സയ്യിദ് അവരുടെ ജീവിതത്തെ പറ്റിയൊന്ന് പറഞ്ഞു കൊടുക്കണമേ എന്ന് സാന്ദർഭികമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പഠിക്കേണ്ട വസ്തുതയാണ്, പഠിക്കേണ്ട കാര്യങ്ങളാണ്. മഹാനായ സയ്യിദ് അവർകൾ ഖാദി എന്ന് പറയുന്നത് ചെറിയ വസ്തുത, ചെറിയൊരു കാര്യമല്ല. ഖാദിയാർക്ക് ഒരു ശമ്പളവുമില്ല. പക്ഷേ കണ്ണൂർ ജില്ലയിലെ സകല സ്ഥലങ്ങളിലും വലിയ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളെ പോലും വളരെ പുഷ്പം പോലെ മഹാനായ സയ്യിദ് അവർകൾ അതിനുള്ള മറുപടികൾ നൽകിയത് പലപ്പോഴും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ രാത്രി സമയത്താണ് ഉസ്താദവരുടെ റൂമിൽ വെച്ചിട്ട് ഹനഫി മദ്ഹബ് പ്രകാരമുള്ള നിക്കാഹുകൾ ചെയ്തു കൊടുത്തത് ഓർമ്മയിൽ വരികയാണ്. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും വ്യത്യസ്ത സ്ഥലങ്ങളിൽ മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ഭാഗമായി ആ ഖളാ സ്ഥാനവും കണ്ണൂർ ജില്ലാ ട്രഷറർ എന്ന് പറയുന്ന സ്ഥാനവും ഒരുപോലെ കൊണ്ടു നടന്ന മഹാനായ സയ്യിദ് മകളുടെ യാത്രകൾ കേരളത്തിന്റെ പുറത്ത് ധാരാളമായി ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഹാനായ തങ്ങളവர்கள் ഈ സ്ഥാപനത്തിന് വേണ്ടി, അതുപോലെ കണ്ണൂർ ജില്ലാ കേന്ദ്രത്തിന് വേണ്ടി, ഇസ്ലാമിക് സെന്ററിന് വേണ്ടിയൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോ വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. മാത്രമല്ല, ആരെങ്കിലും തങ്ങളവർക്ക് ഹദിയയായി വല്ലതും കൊടുത്താൽ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഏത് സ്ഥാപനത്തിന്റെ വേണ്ടിയാണോ യാത്ര ചെയ്തത് ആ ഹദിയ അങ്ങനെ തന്നെ ആ സ്ഥാപനത്തിന്റെ വേണ്ടി കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോ സാമ്പത്തിക ശുദ്ധി ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തിനിടയിൽ വലിയ ഒരു അത്ഭുത പ്രതിഭാസമായി, ഏവർക്കും വലിയ ഒരു അനുഗ്രഹമായി, വലിയ അത്ഭുതമായി മഹാനവകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത്, ഒരിക്കൽ പന്ത്യങ്കടിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിക്കാഹിന് പോയി. മഹാനായ ഉസ്താദ് കിട്ടിയത്, ഹദിയായി നൽകിയത് സാധാരണ കിട്ടുന്നതിനേക്കാൾ കുറച്ച് കൂടുതലാണ് എന്ന് മനസ്സിലാക്കുകയാണ്. നമ്മളെ കാണുന്ന എന്ത് ചെയ്യാൻ ഈശ്വരനും, പക്ഷേ ഉസ്താദവകൾ തന്നെ ക്ഷണിച്ച ആ കൂട്ടരെ വിളിക്കുകയാണ്. നിങ്ങൾ നൽകാൻ ഉദ്ദേശിച്ച പൈസയേക്കാൾ കൂടുതലാണോ എനിക്ക് കിട്ടിയത്? നിങ്ങൾ ഉദ്ദേശിച്ച പൈസ തന്നെയാണോ എനിക്ക് തന്നത് എന്ന് വിളിച്ചു ചോദിക്കുകയാണ്. വിളിച്ചു ചോദിച്ചപ്പോ മനസ്സോടവർ സത്യം മഹാനായ ഉസ്താദിനോട് പറഞ്ഞപ്പോ ആ പൈസ തിരിച്ചയച്ചത്, പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം, നമ്മൾ പഠിക്കണം.
സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോ ഒരാഴ്ച ഉസ്താദിന് സുഖമില്ലാതെ വന്നപ്പോ ഒരാഴ്ച ലീവായി. അന്നത്തെ മാനേജർ ഒരു മാസത്തെ ശമ്പളം കൃത്യമായി ഉസ്താദിന് കൊണ്ടുപോയി കൊടുത്തു. ഉസ്താദ് ശമ്പളം നോക്കിയപ്പോ ഒരു മാസത്തെ ശമ്പളമുണ്ട്, ഒരാഴ്ച ഞാൻ ലീവുമായിരുന്നു. ഒരാഴ്ചയുടെ ശമ്പളം മഹാനായ ഉസ്താദ് മകൾ മാനേജറുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുകൊടുത്തത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഒരു രൂപ പോലും അനർഹമായി ഞാനോ എന്റെ കുടുംബമോ അത് വാങ്ങാനോ അത് ഭക്ഷിക്കാനോ പാടില്ല എന്നുള്ള ഒരു വലിയ കർക്കശ ബുദ്ധി മഹാനായ സയ്യിദ് അവർക്കുണ്ടായിരുന്നു. സാമ്പത്തിക ശുദ്ധി അത്രയും മഹാനവകൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകന്റെ കുടുംബത്തിലൂടെ വളർന്നു വന്ന ആ പുണ്യ നമ്മുടെ ഉസ്താദ് അവർകൾ ഒരിക്കൽ ഒരു കുവൈത്ത് പര്യടനം നടത്തുന്നതിനിടയിൽ ഒരു വലിയ അറബികളുടെ കൂട്ടത്തിൽ ഒരു ക്ലാസ് നടത്തുകയാണ്. അറബിയിലെ വലിയ അറബികളായ പണ്ഡിതന്മാരുടെ ഹൽക്ക അതിങ്ങനെ നടക്കുകയാണ്. ആ ഹൽക്കയിലേക്ക് മഹാനായ സയ്യിദ് അവർകൾ അവിടെ കടന്നിരുന്നപ്പോ ആ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന വലിയ പണ്ഡിതൻ സയ്യിദ് അവർകളുടെ മുഖത്തിലേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഹദറമിയാണോ എന്ന് ചോദിച്ചപ്പോ പ്രവാചക പരമ്പരയിലൂടെ കടന്നു വരുന്ന സാദാതികൾപ്പെട്ടവരാണോ എന്ന് മുഖത്ത് നോക്കിയിട്ട് ആ പണ്ഡിതൻ ചോദിച്ചപ്പോ മഹാനായ സയ്യിദ് അവർകൾ മറുപടി പറഞ്ഞു, നഅം കൈഫ തഅരിഫു ദാലിക് കൈഫ അറഫ്ത ദാലിക്, ഞാനൊരു ഹദറമി പണ്ഡിതനാണ് എന്ന്, ഞാൻ ഹദറമി സാദാത്തിൽപ്പെട്ടവനാണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് ചോദിച്ചപ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, അറബി പണ്ഡിതനായിരുന്ന വലിയ ശൈഖായിരുന്ന അദ്ദേഹം അവിടെ നിന്ന് പറയുന്നത്, ഇന്നി അറ അലാമത്തുൽ ഹവാരിമത ഫീ വജ്ഹി, ഇന്നി അറ, ഞാൻ കാണുന്നുണ്ട്, അലാമത്തുൽ ഹവാരിമ, ഹദറമികൾക്കുണ്ടാകുന്ന അടയാളം അത് ഞാൻ കാണുന്നുണ്ട്, ഫീ വജ്ഹി, നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, വലിയ മശായിഖന്മാർ അവർ പോലും അത് തിരിച്ചറിഞ്ഞു എന്ന് ചരിത്രങ്ങളിൽ നമ്മൾ കാണുമ്പോ പ്രിയപ്പെട്ടവരെ, ആ അഭിമന്യ ഗുരുവര്യരെ കുറിച്ച് ഓർക്കാൻ, ഉസ്താദുകളുടെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ ഓരോരുത്തരും അതിനുള്ള ശ്രമങ്ങൾ നടത്തണം. രണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്തൊരു സെഷൻ കൂടെ നമുക്കുണ്ട്. പിന്നെയാണ് നമ്മൾ നിസ്കാരവും ഭക്ഷണവും ഒക്കെ നടക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുമ്പോ, മലക്കുകളും എല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമ്പോ, മരണമാസന്നമാകുന്ന സമയത്തും അല്ലാഹു മലക്കുകൾ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ വഫാത്തിന്റെ സന്ദർഭം അങ്ങനെയായിരുന്നു. ഹിജ്റ 1436 മുഹറം 18 അന്ന് ഉച്ച സമയത്താണ് മഹാനവകൾ വഫാത്താകുന്നത്. വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് സ്ഥാപനത്തിൽ നിന്ന് സബഖ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ തന്റെ മകന്റെ മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം നമ്മുടെ അനുജൻ ആറ്റക്കോയത്തങ്ങളുടെ മകൻ അന്ന് കാറിൽ കൂട്ടാൻ വന്നപ്പോ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് തിരിച്ചു പോകുന്ന, നമ്മളൊക്കെ സാധാ പറയാറില്ല, ടാറ്റ പറയുമ്പോ ഒരു ഫെയർവെൽ, ഒരു വിടവാങ്ങലാണ് നമ്മൾ ടാറ്റ പറയാറുള്ളത്. കുഞ്ഞു മോനെ നമ്മളൊക്കെ നോക്കിയിട്ട് ടാറ്റ പറയുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദും അതുപോലെ ടാറ്റ പറഞ്ഞ് തിരിച്ചു പോകുമ്പോ അതൊരു അവസാനത്തെ പോക്കായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. മഹാനവർകൾ വീട്ടിലേക്ക് പോയി, ഹോസ്പിറ്റലിലേക്ക് പോയി, അങ്ങനെ വഫാത്തിലേക്ക് അടുത്ത് വഫാത്ത് കഴിഞ്ഞ് 40 തവണ ഇമാമും ജമാഅയും 40 തവണ മയ്യിത്ത് നിസ്കാരം ഇവിടെ നടക്കുമ്പോ എത്ര വലിയ സൗഭാഗ്യവാനാണ് ആ മനുഷ്യൻ. ആലോചിച്ചാൽ മതി അല്ലേ? നിസ്കരിക്കാൻ പോലും ആളുകളെ തികയാതെ ഉള്ള ആളുകളെ 3 സഫായി നിൽക്കുക എന്ന് നമ്മൾ പള്ളിയിൽ അനൗൺസ്മെന്റ് ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിലാണ് 40 തവണകളിലായി ജനാസ നിസ്കാരത്തിന് ഇവിടെ നേതൃത്വം നൽകപ്പെട്ടത്. അവസാനമായി പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവസാനത്തെ ജനാസക്ക് നേതൃത്വം നൽകിയിട്ട് ഖബറിലേക്ക് കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജനാസ എടുത്തു വെക്കുമ്പോ ചാറ്റൽ മഴ പെയ്തത് അന്നുള്ളവരെല്ലാം അനുഭവസ്ഥരാണ്. ചാറ്റൽ മഴ പെയ്യുമ്പോ ആകാശത്ത് നിന്ന് പോലും കണ്ണീർ പൊഴിയുന്നു എന്ന് സ്വഹാബത്തിന്റെ ചരിത്രങ്ങളിൽ നമ്മൾ വായിച്ചതുപോലെ അത് അനുഭവത്തിൽ കടന്നു വരികയാണ്. ആ ഉസ്താദിന്റെ ഖബറടക്കിയതിനു ശേഷം 40 ദിവസത്തോളം തന്റെ ശിഷ്യന്മാർ, തന്നെ കണ്ടവർ, തന്നെ അനുഭവിച്ചവർ, തന്റെ വായിൽ നിന്ന് പരിശുദ്ധ ഇൽമ മനസ്സിലാക്കിയവർ, പഠിച്ചവരും 40 ദിവസത്തോളം ജുമുഅയുടെ സന്ദർഭമല്ലാത്ത ബാക്കി എല്ലാ സമയത്തിലും ആ ഖബർ ശരീഫിന്റെ അടുത്തിരുന്ന് ഖത്മുകൾ പൂർത്തിയാക്കിയത്. പ്രിയപ്പെട്ടവരെ, സൗഭാഗ്യങ്ങളുടെ പുതുമണവാളനെ പോലെ മൈലാഞ്ചി ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോ ഈ സൗഭാഗ്യം ഇനി ആർക്കാണ് ലഭിക്കുക എന്ന്
നമ്മളൊന്ന് ആലോചിക്കണം. സ്വന്തം ഉമ്മാക്ക് സ്വന്തം ഉപ്പാക്ക് പോലും ഒരു ഖത്മ് പോലും ഓതാൻ മടി കാണിക്കുന്ന നമ്മൾ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന സ്ഥാപനത്തിന്റെ ചാരത്ത് കടന്നുറങ്ങുമ്പോ ഒരു നിമിഷം പോലും തെറ്റാതെ ആ ഉസ്താദിന്റെ പേരിൽ ഖത്മുകൾ ഓതിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ ലഭിക്കുന്ന ഹസനത്തുകളെ പോലെ വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലേക്ക് എത്തുമ്പോഴും തനിക്കൊരിക്കലും നഷ്ടപ്പെടാത്ത ജീവിതകാലത്ത് ഏത് സന്ദർഭത്തിലാണോ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ 12 മണിക്കും 1 മണിക്കും ഒക്കെ പിരിവിന് പോയത് ഞങ്ങളുടെ അനുഭവത്തിലുണ്ട്. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് ഭക്ഷണം ഇല്ലാതിരിക്കാൻ പാടില്ല, ഇവിടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ ഞാൻ അതിന്റെ അമരത്ത് നിൽക്കുമ്പോ അത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന ഇഖ്ലാസിന്റെ തഖ്വയുടെ ഭയഭക്തിയുടെ റബ്ബിനെ ഭയന്നുകൊണ്ടുള്ള ജീവിതത്തിന്റെ വലിയൊരു ഉദാഹരണം നമുക്ക് കാണിച്ചു തന്നപ്പോ 40 ദിവസം എന്ന് മാത്രമല്ല, ഇന്നും അണമുറിയാതെ ഫാത്തിഹയും ഇഖ്ലാസുകളും യാസീനുകളും തഖ്ലീലുകളും ഖത്മുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാനുഭാവന്റെ ജീവിതം എത്ര സുന്ദരമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഖുർആൻ എത്ര സുന്ദരമായിട്ടാണ് അവതരിപ്പിച്ചത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തതയോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന അല്ലയോ നഫ്സേ, ശരീരമേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, നിന്റെ റബ്ബിലേക്ക് റബ്ബ് നിന്നെ തൃപ്തിപ്പെടുകയും നീ റബ്ബിനെ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ അങ്ങനെ കടന്നു വന്നോളൂ. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിച്ചോളൂ. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗ്ഗം ഇതാ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ മലക്കുകളുടെയും റബ്ബിന്റെയും ആശീർവാദമുണ്ട് എന്ന് പറയുന്ന ആ സൗഭാഗ്യത്തിന് ഉടമയായ പ്രിയപ്പെട്ട തങ്ങളവരുടെ കൂടെ അല്ലാഹു നാളെ ഏവരെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുത്തഅദ്ദിബ് സുഹൃത്തുക്കളോട് ആ തങ്ങളവരെ കുറിച്ച്, ആ ഖാദിയെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനേക്കാൾ എത്രയോ ധാരാളം തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നേ ഇല്ല. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പ്രിയപ്പെട്ട സുഹൃത്ത് അഫ്ദൽ ഹുദവി ഹസ്നവി കൊയ്യോട് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് സംസാരിക്കും. കൊയ്യോട് മഹലിൽ ബഹുമാനപ്പെട്ട തങ്ങളവർ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ പലപ്പോഴായി ഉസ്താദിന് പകരമായി ഖുത്ബ ഓതാൻ കൂടിയുള്ള സൗഭാഗ്യം ലഭിച്ച വലിയ ഒരു വ്യക്തിത്വമാണ്. ഇപ്പോ ഗൾഫിൽ അൽഹംദുലില്ലാഹ് ഒരു സ്കൂളിൽ, ബ്രിട്ടീഷ് സ്കൂളിൽ വളരെ സുന്ദരമായി അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാടുകളിലൊക്കെ പല സ്ഥലങ്ങളിൽ നമുക്കും അറിയാതിരിക്കാം മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കഴിച്ചുകൂടിയിടയിലാണ് വിദേശത്തേക്ക് പോയത്. എവിടെ എത്തിയാലും നമ്മുടെ സ്ഥാപനവുമായി, നമ്മുടെ പ്രസ്ഥാനവുമായി അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഇൻഷാ അല്ലാഹ് ഉസ്താദുകളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കും. നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ പഠിക്കണം, തങ്ങളവരെ കുറിച്ച് പഠിക്കണം. ഒരുപക്ഷെ നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദായേക്കാം ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നാട്ടിലുടനീളം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ വേരോധിപ്പിക്കാൻ കഠിന പ്രയത്നം നടത്തിയ, ജീവിതം മുഴുവൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനും സമൂഹത്തിനും സമുദായത്തിനു വേണ്ടി മാറ്റിവെച്ച ആ മഹാമനീഷിയുടെ ജീവിതത്തെ കഠിനന്റെ പരമാവധി പഠിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഓരോരുത്തരും ശ്രമിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ആർദ്രമായി സ്വാഗതം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.